ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ തൊട്ടു മുന്നേ ഉള്ള ക്ലാസ്സിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 1 മുതൽ 10 വരെ ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു കോഡ് ഞാൻ പറഞ്ഞു തന്നിരുന്നു, സ്റ്റോറി രൂപത്തിൽ പറഞ്ഞു തന്നിരുന്നു. അത് എത്ര പേർക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. യൂസ്ഫുൾ ആണ് എന്നെങ്കിലും കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക. അപ്പൊ അതിലൊരു മടിയും വിചാരിക്കരുത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ നേരിട്ട് കണ്ടല്ല ഞാൻ എൻ്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര പേർക്കാണ് ആ ക്ലാസ് കൊണ്ട് പ്രയോജനം കിട്ടുന്നതെന്ന് അറിഞ്ഞാലാണ് അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ മികച്ചതായിട്ട് ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അത് ഇഫക്റ്റീവ് ആണ്, നിങ്ങൾക്ക് നന്നായിട്ട് അത് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ ക്ലാസ്സുകൾ ഏതെങ്കിലും ഒരു തരത്തില് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 മുതൽ 20 വരെ ഈസി ആയിട്ട് പഠിക്കാനുള്ള കോഡാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ കോഡൊക്കെ എന്തിനാണ് ഇങ്ങനെ കോഡൊക്കെ പറയുന്നത്, അല്ലാതെ പഠിച്ചാൽ പോരെന്ന്. ചില കുട്ടികൾക്ക് പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഈ മറവിയുടെ ഒരു പ്രശ്നം വരും. അപ്പൊ ഇത്രയും 20 വരെയുള്ള ഈ സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം, മറന്നു പോവാം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ കോഡുകൾ യൂസ് ചെയ്തിട്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും 11 to 20 വരെയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ അതും ഒരു സ്റ്റോറി രൂപത്തിലാണ് ഞാനിവിടെ വായിക്കുന്നത്. 11 വർഷം ഫോറിൻ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തപ്പോൾ അടുത്ത വർഷം ഗവൺമെന്റിന്റെ ഗ്രാന്റ് കിട്ടി. കിട്ടിയ പണത്തിന് നെക്സ്റ്റ് ഇയർ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അമാൽഗ 14 എന്ന സ്ഥാപനം ഉണ്ടാക്കി. 15ലധികം എംപ്ലോയീസിന് സ്ഥാപനം ബെനഫിറ്റ്സ് കൊടുക്കുമായിരുന്നു. 16 വയസ്സിന് മുകളിലുള്ള കുട്ടികളുള്ള എംപ്ലോയീസിന് ബിസിനസ്സിൽ നിന്നും ക്യാഷ് ബോറോ ചെയ്യാൻ സാധിക്കുമായിരുന്നു. 17ലധികം സെഗ്മെന്റിലായിട്ട് 18 സ്ഥലങ്ങളിലായി നമ്മുടെ റിലേഷനിലുള്ള പാർട്ടീസ് ദിവസവും 19 മണിക്കൂർ ലേസിനെസ് ഇല്ലാതെ ജോലി ചെയ്തുകൊണ്ട് കമ്പനിക്ക് 20 രൂപ പെർ ഷെയർ ഏൺ ചെയ്ത് വിജയിക്കാൻ സാധിച്ചു. ഇതിങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇതാകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ 2-3 പ്രാവശ്യം മനസ്സിരുത്തി വായിക്കുക. ഇതില് റെഡിൽ കൊടുത്തിരിക്കുന്നതെല്ലാം കോഡ്സ് ആണ്. അപ്പോ അതെന്താണെന്നുള്ളത് നമുക്ക് സെന്റൻസ് ബൈ സെന്റൻസ് നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ മൊത്തം സെന്റൻസുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് പഠിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കോഡൊക്കെ കൊടുക്കുന്നത് വെറുതെ അല്ല, നമ്മളിത് പഠിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് മെമ്മറി സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഒരു 3 പ്രാവശ്യം വായിക്കുക. അപ്പൊ നമുക്ക് സെന്റൻസ് ബൈ സെന്റൻസ് നോക്കാം. 11 വർഷം ഫോറിൻ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തപ്പോ അടുത്ത വർഷം ഗവൺമെന്റിന്റെ ഗ്രാന്റ് കിട്ടി. 11 വർഷം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11. ഫോറിൻ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്തു. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കോഡാണ്. അതിന്റെ ദ ഇഫക്റ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 പറയുന്നത്. അതുകൊണ്ടാണ് 11 വർഷം ഫോറിൻ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്ത് റിട്ടയർ റേറ്റ് എന്ന് സൂചിപ്പിക്കാനാണ് റിട്ടയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കിട്ടിയോ? 11 വർഷം ഫോറിൻ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 അടുത്ത വർഷം എന്ന് പറയുന്നത് എന്താണ്? 11 ശേഷം എന്താ വരുന്നത്? 12 ഗവൺമെന്റ് ഗ്രാന്റ് കിട്ടി. അപ്പൊ 12 എന്താ പറയുന്നത്? ഗവൺമെന്റ് ഗ്രാന്റുകളെ കുറിച്ചാണ് 12 പറയുന്നത്. കിട്ടിയോ? ക്ലിയർ ആയോ? അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 ഗവൺമെന്റ് ഗ്രാന്റ് അല്ലെ, ഗവൺമെന്റ് ഗ്രാന്റ്സ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്?
കിട്ടിയ പണത്തിന് ഗവൺമെന്റിന് ഗ്രാന്റ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. കിട്ടിയ പണത്തിന് നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 നെക്സ്റ്റ് ഇയർ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 എന്തിനെ കുറിച്ചായിരിക്കും? അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ്. 13 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? അമാൽഗ 14, അതായത് അവിടെയും ഒരു കോഡ് ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 എന്താണ് പറയുന്നത്? 11 ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെ. അപ്പോ അതാണ് 11 പറയുന്നത്. അതുപോലെ തന്നെ 12 പറയുന്നത് എന്താണ്? ഗവൺമെന്റ് ഗ്രാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. 13 പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ്സ്, അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ്. 14 പറയുന്ന അമാൽഗ 14, അതായത് 14 പറയുന്നത് അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15. 15ലധികം എംപ്ലോയീസിന് ഈ സ്ഥാപനം ബെനഫിറ്റ്സ് കൊടുക്കുമായിരുന്നു. 15ലധികം എംപ്ലോയീസിന് ഈ സ്ഥാപനം ബെനിഫിറ്റ്സ് കൊടുക്കുമായിരുന്നു. അപ്പൊ റെഡ് നോക്കണം, നമ്മൾ റെഡിൽ കൊടുത്തിരിക്കുന്നതാണ് കോഡ്. അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15 എന്തായിരിക്കും? എംപ്ലോയീസ് ബെനിഫിറ്റ്സ് അല്ലെ. അപ്പൊ എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15 എന്താണ്? എംപ്ലോയി ബെനിഫിറ്റ്സ്. ഇനി 16 വയസ്സിന് മുകളിലുള്ള കുട്ടികളുള്ള എംപ്ലോയീസിന് ബിസിനസ്സിൽ നിന്നും ക്യാഷ് ബോറോ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ഈ ബിസിനസ്സിൽ നിന്ന് 16 വയസ്സിന് മുകളിൽ കുട്ടികളുള്ള എംപ്ലോയീസിന് ക്യാഷ് ബോറോ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പൊ എന്തായിരിക്കും? 16 വയസ്സെന്ന് പറയുന്നത് ഇവിടെ കോഡാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 16 എന്താണ്? ബോറോയിങ് ക്യാഷ്. ക്ലിയർ ആയോ? കിട്ടുന്നുണ്ടോ? അപ്പൊ 15 എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എംപ്ലോയി ബെനഫിറ്റ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 എന്തായിരുന്നു? ബോറോയിങ് ക്യാഷ്. കിട്ടിയോ? ഇനി നെക്സ്റ്റ് 17 17ലധികം സെഗ്മെന്റിലായിട്ട് 18 സ്ഥലങ്ങളില് നമ്മുടെ റിലേഷനിലുള്ള പാർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ 17ലധികം സെഗ്മെന്റ്, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്. 17 സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്. 18 സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ റിലേഷനിലുള്ള പാർട്ടീസ് ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ബന്ധുക്കളൊക്കെ 18 സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ. അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15 എന്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്? ഓർത്തു നോക്കിയേ, എംപ്ലോയി ബെനഫിറ്റ്സ് അല്ലെ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 എന്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്? ഓർത്തു നോക്ക, ബോറോയിങ് ക്യാഷ്. 17 എന്താണ്? സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്. 17ലധികം സെഗ്മെന്റിലായിട്ട് 18 സ്ഥലങ്ങളില് നമ്മുടെ ബന്ധുക്കളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, റിലേറ്റഡ് പാർട്ടീസ് ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ 17 എന്താണ് പറഞ്ഞത്? 17 സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്, 18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ. ഇനി 19 ദിവസവും 19 മണിക്കൂർ ലേസിനെസ് ഇല്ലാതെ ജോലി ചെയ്തുകൊണ്ട് 19 മണിക്കൂർ നമ്മുടെ ഇവരൊക്കെ എന്താണ്? ലേസിനെസ് ഇല്ലാതെ ജോലി ചെയ്യുക. അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 എന്താണ്? ലീസ്. ലേസിനെസ് എന്ന് പറയുമ്പോൾ ലീസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 എന്താണ്? ലീസ്. അങ്ങനെ ജോലി ചെയ്ത് പെർ ഷെയറിന് 20 രൂപ നിരക്ക് ഏൺ ചെയ്യാൻ സാധിച്ചു. പെർ ഷെയറിന് 20 രൂപ ഏൺ ചെയ്യാൻ പറ്റി. അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20 ഏർണിംഗ് പെർ ഷെയർ. ഇവിടെ നമ്പർ കൊടുത്തിരിക്കുന്നത് എല്ലാം സ്റ്റാൻഡേർഡിനെ സൂചിപ്പിക്കുന്നതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20 ഏർണിംഗ് പെർ ഷെയർ. ക്ലിയർ ആയോ? കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഈ സ്റ്റോറി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ക്ലിയർ ആയോ? നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയാലോ.
11 വർഷം ഫോറിൻ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്തു. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11. ഫോറിൻ എക്സ്ചേഞ്ച്, ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. അതുപോലെ തന്നെ അതിനുശേഷം ഗവൺമെന്റിന്റെ ഗ്രാന്റ് കിട്ടി. 12 എന്താണ്? ഗവൺമെന്റ് ഗ്രാന്റ്സ്. കിട്ടിയ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 13 എന്താണ്? അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? അമാൽഗ 14. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 എന്താണ്? അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ. 15 എന്തായിരുന്നു പറഞ്ഞത്? 15ലധികം എംപ്ലോയീസിന് കമ്പനി ബെനിഫിറ്റ്സ് കൊടുക്കുമായിരുന്നു. അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 15 എന്താണ്? എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. അതിൽ തന്നെ 16 വയസ്സിന് മുകളിൽ കുട്ടികളുള്ളവർക്ക് ക്യാഷ് ബോറോ ചെയ്യായിരുന്നു. അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16 എന്താണ്? ബോറോയിങ് ക്യാഷ് ആയിരുന്നു. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 സെഗ്മെന്റ്സിലായിട്ട് 18 സ്ഥലങ്ങളിൽ നമ്മുടെ റിലേറ്റഡ് പാർട്ടീസ് ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 എന്താണ്? സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്. 18 എന്താണ്? റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ. ഇതുപോലെ 19 മണിക്കൂർ ലേസിനെസ് ഇല്ലാതെ ജോലി ചെയ്തു. അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 19 എന്താണ്? ലീസ്. അങ്ങനെ ചെയ്ത് 20 രൂപ പെർ ഷെയർ ഏൺ ചെയ്യാൻ പറ്റി. അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 20 എന്താണ്? ഏണിംഗ് പെർ ഷെയർ. ക്ലിയർ ആയോ? കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും കിട്ടും. ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 1 മുതൽ 20 വരെയുള്ള സ്റ്റാൻഡേർഡ്സ് പക്കയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്